ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. വി ഡി സതീശൻ കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി എന്നുള്ള വാർത്തയും വരികയാണ്. കൂടിക്കാഴ്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകാം എന്ന കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പിനേക്കാൾ കൂടുതൽ തന്റെ ഒപ്പമുള്ള 2 MLA-മാർക്ക്, ഏറ്റവും മുതിർന്ന MLA-മാർക്ക് അൻവർ സാദത്തിനും ഒപ്പം IC ബാലകൃഷ്ണനും മന്ത്രിസ്ഥാനം നൽകണം എന്ന കാര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ കടും പിടുത്തം പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ആഭ്യന്തരമെന്ന ഉറപ്പ് ചെന്നിത്തലയ്ക്ക് സ്വീകാര്യമാണോ? മാധു, ആഭ്യന്തര മന്ത്രിസ്ഥാനം ചെന്നിത്തലയ്ക്ക് ഇന്നലെ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപദാസ് മുൻഷി ഉറപ്പ് നൽകിയതാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് തന്റെ മന്ത്രിസ്ഥാനമല്ല പ്രശ്നം, തന്റെ ഒപ്പമുള്ള അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, ഈ 2 പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതെ ഒരു നിലപാട് മാറ്റവുമില്ല. താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന മുൻ നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്ക് മറ്റു പരാതികളില്ല, തനിക്ക് മന്ത്രിസഭയിൽ അംഗത്വം വേണ്ട, തന്നെ പരിഗണിക്കേണ്ട. പക്ഷേ മുതിർന്ന 2 MLA-മാരുണ്ട്, അവർ തന്നെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ അവഗണിക്കപ്പെടുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒറ്റ നിലപാടാണ് സ്വീകരിച്ചത്. അവിടെയാണ് വി ഡി സതീശൻ പറഞ്ഞത് അത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആലോചിച്ച് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷം മറുപടി നൽകാൻ, അതായത് അൻവർ സാദത്തിനെയോ IC ബാലകൃഷ്ണൻ അടക്കമുള്ള 2 MLA-മാരെ പരിഗണിക്കാതെ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന ആ ഒരു കടുത്ത നിലപാട് അവിടെ ആവർത്തിച്ചു വി ഡി സതീശന് മുന്നിൽ. അല്ലാതെ മന്ത്രിസ്ഥാനമൊക്കെ നേരത്തെ തന്നെ ഇന്നലെ 45 മിനിറ്റ് ദൈർഘ്യമുള്ള കൂടിക്കാഴ്ചയിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയായ ദീപദാസ് മുൻഷി തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതാണ്. ഹൈക്കമാൻഡ് നൽകിയ നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രാധാന്യമുള്ള വകുപ്പ് നൽകണമെന്നത്. അങ്ങനെ പ്രാധാന്യമുള്ള വകുപ്പ് എന്നാൽ ഒറ്റ വകുപ്പേ ഉള്ളത് ആഭ്യന്തരമാണ്. കാരണം നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് അതിന് താഴെയുള്ള അത്ര പ്രാതിനിധ്യമില്ലാത്ത ഒരു പരിഗണിക്കപ്പെടാത്ത വകുപ്പ് കൊടുക്കാൻ കഴിയില്ല. അവിടെ ആഭ്യന്തരം തന്നെ നൽകേണ്ടി വരും. ആ കാര്യത്തിൽ യാതൊരു തരത്തിലും ആശയക്കുഴപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒപ്പമുള്ള 2 പേർ അവിടെ വെട്ടപ്പെടുന്നു എന്നത്, അവരെ കടുംവെട്ടിന് വിധേയമാക്കപ്പെടുന്നു എന്നതാണ് രമേശ് ചെന്നിത്തലയെ പ്രകോപിതനാക്കിയത്. നേരത്തെ 4 പേരുകളുടെ പേരാണ് നിർദ്ദേശിച്ചത്, 4 MLA-മാർ. അതിൽ ഒന്ന് അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, ജ്യോതികുമാർ ചാമക്കാല, TJ വിനോദ്. ഈ 4 പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം ഉന്നയിച്ചു. അത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. അങ്ങനെയെങ്കിൽ അൻവർ സാദത്തിനെയോ IC ബാലകൃഷ്ണനെയോ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. ഈ 2 പേരില്ലാതെ താൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന കടുത്ത നിലപാടാണ്. നേരെ മറിച്ച് ആഭ്യന്തര വകുപ്പോ ധനവകുപ്പോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അങ്ങനെ ഒരു വകുപ്പിന്റെ കാര്യത്തിൽ ഒരാശയക്കുഴപ്പവും രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്റെ മന്ത്രിസ്ഥാനമല്ല, തന്റെ ഒപ്പമുള്ളവരുടെ മന്ത്രിസ്ഥാനമാണ് രമേശ് ചെന്നിത്തല ഒരു കടുംപിടുത്തമായി മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് അതിൽ വി ഡി സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡോ തയ്യാറായിട്ടില്ലെങ്കിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകില്ല എന്ന് തന്നെയാണ് തറപ്പിച്ചു പറയുന്നത്. മറ്റൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് രമേശ് ചെന്നിത്തല കടുത്ത നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഇതോടെ വെട്ടിലായിരിക്കുകയാണ്. അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും പരിഗണിക്കാതെ ഒരിഞ്ച് മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല, താൻ മന്ത്രിസഭയിലേക്കില്ല, തന്നെ പരിഗണിക്കേണ്ടതില്ല, എന്റെ സ്വാഭാവികമായ തെരഞ്ഞെടുപ്പാണ്, തന്റെ സമ്മർദ്ദം പോലും അതിൽ ആവശ്യമില്ല. കാരണം ഏറ്റവും മുതിർന്ന MLA-മാരാണ് എന്നുള്ളതാണ് RC-യുടെ നിലപാട്. അതിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ്. അതുകൊണ്ടാണ് താൻ ആ നില സ്വീകരിക്കുന്നത് എന്നും ചെന്നിത്തല വിശദീകരിക്കുന്നു. മാധു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തലയെ ആദ്യം മുതൽ തന്നെ രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കി, രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതീക്ഷിച്ചത്. പക്ഷേ രമേശ് ചെന്നിത്തല സത്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനമായിരുന്നില്ല ലക്ഷ്യമിട്ടത്. ഒപ്പമുണ്ടായിരുന്ന അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. കാരണം അവർ 4 ടേം മന്ത്രിമാരായി. സ്വാഭാവികമായും മുതിർന്ന MLA-മാർ എന്ന നിലയിൽ ഇവരെ 2 പേരെയും പരിഗണിക്കപ്പെടുമെന്ന് രമേശ് ചെന്നിത്തല കണക്കുകൂട്ടി. പക്ഷേ ഈ മന്ത്രിസഭാ ചർച്ചകളിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നില്ല. രമേശ് ചെന്നിത്തലയുമായി കൂടിയാലോചന നടത്താതെ തന്നെ മന്ത്രിസഭാ പട്ടിക, അതൊരു കരട് പട്ടിക രൂപപ്പെടുത്തിയപ്പോൾ അതിൽ IC ബാലകൃഷ്ണനും അൻവർ സാദത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം രമേശ് ചെന്നിത്തല ബോധ്യമായതോടെയാണ് ഇന്നലെ രാത്രിയോടെ നിലപാട് മാറ്റിയത്. അങ്ങനെയെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല, അങ്ങനെയെങ്കിൽ ഒരു തരത്തിലും സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല എത്തുകയാണ്. താൻ മന്ത്രിസഭയുടെ പുറത്തു നിൽക്കാം, എല്ലാ പിന്തുണയും നൽകാം എന്ന മുൻ നിലപാടിലേക്കാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ എത്തുന്നത്. കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. ഒരു തലത്തിലും അത് ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിയാലോ ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകിയാലോ രമേശ് ചെന്നിത്തല വഴങ്ങില്ല. കാരണം ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന സൂചന പുറത്തു വന്നതാണത്. ഇന്നലെ തന്നെ ആ ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ സ്വാഭാവികമായും വഴങ്ങണമെന്നൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. അതിൽ RC സ്വീകരിച്ച നിലപാടെന്താണ്?
മാധവ്, ഇന്നത്തെ ചർച്ചയിൽ ഏതാണ്ട് 10 മിനിറ്റോളം ദൈർഘ്യമുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചർച്ചയിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഒറ്റ നിർദ്ദേശം തൻ്റെ ഒപ്പമുള്ള അല്ലെങ്കിൽ മുതിർന്ന 2 MLA-മാരാണ്. അത് ഒന്ന് അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ. ഇവരെ രണ്ടുപേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം. ഇവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ താനും മന്ത്രിസഭയുടെ ഭാഗമാകും, അല്ലെങ്കിൽ താൻ മന്ത്രിസഭയുടെ ഭാഗമാകാനില്ല എന്ന കടുത്ത നിലപാടാണ്. അതിനപ്പുറത്ത് മറ്റൊരു ചർച്ചയും ഇവിടെ നടന്നിട്ടില്ല. രമേശ് ചെന്നിത്തല ചർച്ചയ്ക്ക് തയ്യാറുമല്ല എന്നാണ് രമേശ് ചെന്നിത്തലയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്. രമേശ് ചെന്നിത്തലയുമായി അതിനുശേഷം അൻവർ സാദത്ത്, ഒപ്പം ജ്യോതികുമാർ ചാമക്കാല, ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കൾ ഈ കൂടിക്കാഴ്ച ശേഷം ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ നടത്തിയതിനു ശേഷം അപ്പോൾ അല്പം മുമ്പ് ജ്യോതികുമാർ ചാമക്കാല പുറത്തേക്ക് പോയിട്ടുണ്ട്. ജോസഫ് വാഴക്കനും അൻവർ സാദത്തും ഇവിടെ തുടരുന്നുണ്ട്. ഒപ്പം അബിൻ വർക്കി അടക്കമുള്ള രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന MLA-മാരും രമേശ് ചെന്നിത്തലയുടെ അനുയായികളും മറ്റ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഒക്കെ രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട് വസതിയിൽ തുടരുന്നുണ്ട്. ഏതായാലും രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകണമെങ്കിൽ ഇതിൽ അൻവർ സാദത്തിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരാളെ ഉൾപ്പെടുത്തി ഒരു അനുനയ ശ്രമം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം മറുപടി നൽകാം എന്ന ഉറപ്പാണ് വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയത്. അങ്ങനെ രമേശ് ചെന്നിത്തല ക്യാമ്പ് കാത്തിരിക്കുകയാണ്. KC വേണുഗോപാലുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ അവിടെ ചർച്ചയാകും. അതിനുശേഷം ഈ കാര്യങ്ങൾ ദീപാദാസ് മുൻഷിയെ കൂടി വി.ഡി. സതീശൻ അറിയിക്കും. സണ്ണി ജോസഫുമായി കൂടിയാലോചന നടത്തി അതിൽ ഒരു അന്തിമ തീരുമാനമെടുത്തതിനു ശേഷം ആ കാര്യം ഇവിടെ രമേശ് ചെന്നിത്തല ക്യാമ്പിനെ സമയവും പ്രധാനമാണല്ലോ. ഇനിയിപ്പോ നാളെ ഒരൊറ്റ ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ.